ബാക്ക് ടു എഡ്യൂപോഡ്. സ്വാതി മിസ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ എക്സാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഇതേ അടുത്തൊരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ഓണ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യം മിസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ് പെട്ടെന്ന് നമുക്ക് പോവാം. പെട്ടെന്ന് മിസ് പറഞ്ഞു തരാം. ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ ഗാന്ധിജിക്ക് നമുക്ക് കഥ, ഗാന്ധിജിയുടെ ഉപ്പ് കഥ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് മിസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ചാപ്റ്റർ മനസ്സിലാക്കിയല്ലോ. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് 100% ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. സെറ്റ് ആയിട്ട് പഠിച്ചിട്ട് വെക്കുക കേട്ടോ മിസ് പറഞ്ഞു തരുന്ന ഈ ചോദ്യം. അപ്പൊ നോക്കിക്കോളൂ ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതെന്താണ്? റപ്പട്ട് ലിഖേം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചോദ്യം എന്തായാലും ഓണ പരീക്ഷയ്ക്ക് മിസ്സിന്റെ മക്കള് കാണും. ഓക്കെ അല്ലേ? കാണും, എന്തായാലും കാണും. അപ്പൊ ഈ ചോദ്യം പഠിച്ചിട്ട് വെക്കുക. അപ്പൊ ഇത് എന്താണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ആഡ് ചെയ്യണം എഴുതുന്ന സമയത്ത്. എന്തൊക്കെയാണ് അതിന്റെ ഒരു ഘടന? ഇതെന്താ വായിക്കുന്നത്? ഇത് ഘടന എന്നാണ് വായിക്കുക. അതിന്റെ ഘടനയിൽ എന്തൊക്കെ വേണം? ആദ്യത്തത് ക്യ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവമാണ് നടന്നത് എന്ന് വാർത്തയിൽ എഴുതണം. അടുത്തത് കബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നടന്നത് എന്ന് നിങ്ങൾ ആഡ് ചെയ്യണം. എപ്പോഴാണ് സംഭവം? 1930-ലായിരുന്നു ഉപ്പു സത്യാഗ്രഹം. അപ്പൊ അത് എഴുതി വെക്കണം. അടുത്തത് കഹാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നടന്നത് എന്ന്. റെഡിയാണ്? അടുത്തത് ക്യോം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇത് നടന്നത്? ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനെ കൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ എന്തുകൊണ്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. അടുത്തത് കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം നടന്നത്? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന പോലെ ആയിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സ്വാതി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. റെഡി ആണല്ലോ? എന്തായാലും ഇത് പഠിച്ചിട്ട് വെക്കണേ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഈ ചോദ്യം വരുവേ. അപ്പൊ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് മിസ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇത് വായിക്കുന്നത്? ഹെഡിങ് വേണം. നമുക്ക് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്നാണ് ഹെഡിങ് കൊടുത്തത്. ഇനി അടുത്തത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തത് വേണ്ടത് ഹെഡിങ് ആണ്, ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥലം കൊടുക്കണം. നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് അഹമ്മദാബാദിലാണ്. അതാണ് കൊടുത്തത്. എഴുതാൻ പഠിക്കണേ അഹമ്മദാബാദ് എന്ന്. ഇനി നോക്കിക്കോളൂ. ഗാന്ധിജി അപ്നെ കുച്ച് അനുയായിയോം കെ സാത്ത് ദണ്ഡി പഹൂഞ്ചെ. ഗാന്ധിജി തന്റെ കുറച്ച് കൂട്ടാളികളുടെ കൂടെ ദണ്ഡിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദണ്ഡിയിൽ എത്തി എന്നാണ് പറയുന്നത്. പഹൂഞ്ചെ എന്ന് പറഞ്ഞാൽ എത്തി. ഇനി ഈ ആന്തോളൻ കാ മുഖ്യ ഉദ്ദേശം, ഈ ഒരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ദ്വാരാ ലഗായെ ഗയെ നമക് കാനൂനോം കെ ഖിലാഫ് വിരോധ് കർണ और ഭാരതീയോ മേ സ്വതന്ത്രത കെ പ്രതി ജാഗരൂകത ഫൈലാത. അതായത് ബ്രിട്ടീഷുകാരുടെ നികുതി ഇല്ലാതാക്കുക, ആ നിയമം തകർക്കുക എന്നുള്ള ലക്ഷ്യവും അതിന്റെ കൂടെ തന്നെ ഇന്ത്യക്കാരില്, ഭാരതീയരില് സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണം സ്വാതന്ത്ര്യം നേടണം എന്നുള്ള കാര്യം. ആ രണ്ട് ഉദ്ദേശമായിരുന്നു. ഒന്ന് എന്താണ്? നിയമം തകർക്കുക, ഓക്കെ, നികുതി ചുമത്തിയത് തകർക്കുക. രണ്ടാമത്തത് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആ ഉദ്ദേശമായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. റെഡിയാണ്? ഇനി അടുത്തത് ഈ യാത്രാക്കെ ദൗരാൻ, ഈ യാത്രന്റെ ഇടയിൽ ഹസാരോം ലോഗ്, ആയിരക്കണക്കിന് ആൾക്കാര് ഉൻസേ ജുഡ്തേ ഗയേ, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇനി രാസ്തേമേം കൈ ഗാവോമേ റുക്തേ ഹുയേ, ഗ്രാമങ്ങളിൽ പല വഴികളിലും അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. റുക്തേ എന്ന് പറഞ്ഞാല് നിന്നു എന്നാണ്. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഗ് ഉൻകാ സ്വാഗത് കർത്തേ, വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ ഉൻകെ സാത്ത് ജുഡ്തേ ഹേ, അവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണ്. അടുത്തത് സബീ ലോഗ് രാത് കിസി ഗാവ് മേം കാട്തേ ഓർ സുബഹ് ഫിർ ചൽ പഡ്തേ, ആൾക്കാരൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, രാത്രി ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ തങ്ങുമായിരുന്നു. എന്നിട്ട് സുബഹ്, രാവിലെ എഴുന്നേറ്റ് പിന്നെയും യാത്ര തുടങ്ങാറായിരുന്നു ചെയ്യാറ്. അങ്ങനെ അവസാനം 1930 ഏപ്രിൽ 6-ാം തീയതി ഗാന്ധിജി എവിടെ എത്തി? ദണ്ഡി കടപ്പുറം കാണുന്നുണ്ടല്ലോ. ദണ്ഡി കടപ്പുറത്ത് പഹൂഞ്ചേം എന്ന് പറഞ്ഞാല് എത്തി. എന്നിട്ടോ സമുദ്രക്കെ പാനീസേ നമക് ബനാക്കർ, സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും ഉപ്പ് എടുത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അംഗ്രേസോം കാ കാനൂൻ തോട, അംഗ്രേസോ ബ്രിട്ടീഷുകാരുടെ നിയമം തകർത്തു. കാനൂൻ തോട എന്ന് പറഞ്ഞാല് നിയമം തകർത്തു. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഈ ഒരു ചോദ്യം
100% സ്വാതി മിസ് പറയുന്നു ചോദ്യ പേപ്പറിൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പം ഇത് പഠിച്ചിട്ട് വെക്കുക, സൂപ്പർ ആക്കി പഠിച്ചിട്ട് വെക്കുക മിസ്സിന്റെ മക്കൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എന്തൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം എന്ന് മിസ് പറഞ്ഞു തന്നല്ലോ. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന രീതിയിലായിരിക്കണം, ഉത്തരം നൽകുന്ന രീതിയിലായിരിക്കണം. എന്താണ് സംഭവം, എവിടെയാണ്, എപ്പോഴാണ്, ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ, റെഡി ആണല്ലോ. സോ ഈ ഒരു ചോദ്യം സൂപ്പർ ആക്കി പഠിച്ചിട്ട് വെക്കുക, എന്തായാലും ചോദിക്കും. റെഡിയാണ്, സെറ്റ് ആണല്ലോ ഗൈസ്. സോ എന്തായാലും ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ദേ അതിന്റെ മലയാളവും കൂടെ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഹിന്ദി ദേ ഇവിടെ തന്നിട്ടുണ്ട്. വാക്കുകൾ, ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മിസ് ദേ നിങ്ങൾക്ക് ഇവിടെ മലയാളവും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. റെഡിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ, യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റെഡിയാണ്, സെറ്റ് ആണ്. സോ ഗൈസ് ഓൾ ദി വെരി ബെസ്റ്റ്. ഈസി ആയിരിക്കും എക്സാം, ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. സെറ്റ് ആണ്. യെസ്.